സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക്. കഴിഞ്ഞ ദിവസം പവന് 1,12,000 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 14,000 രൂപയും. എന്നാൽ ഇന്ന് വില വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 760 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണവില 1,11,240 രൂപയായി ഇടിഞ്ഞു. ഗ്രാമിന് 13,905 രൂപയാണ് നൽകേണ്ടത്. വിപണി വില ഇത്രയാണെങ്കിലും 3% GSTയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില ഇതിലും കൂടുന്നതാണ്. സ്വർണത്തോടൊപ്പം വെള്ളി വിലയും മാറുന്നുണ്ട്. ഗ്രാമിന് 269.90 രൂപയും കിലോയ്ക്ക് 2,69,900 രൂപയുമാണ് നൽകേണ്ടത്. മെയ് മാസത്തിൽ കൂടിയും കുറഞ്ഞും സ്വർണ്ണവില പിടിതരാതെ മുന്നേറി. മെയ് 5-ന് 1,09,400 രൂപയായി വില താഴ്ന്നെങ്കിൽ 13-ന് റെക്കോർഡ് കുതിപ്പാണുണ്ടായത്. 1,23,120 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. തുടർന്നുള്ള ദിവസങ്ങളിൽ 1.15 നിരക്കിലായിരുന്നു സ്വർണ്ണവില. എന്നാൽ ജൂൺ ആദ്യ ദിനം മുതൽ വൻ ഇടിവാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത്. ജൂൺ 1, 2, 3 തീയതികളിൽ 1,14,560 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ 4-ാം തീയതി 1,14,480 രൂപയായും 5-ാം തീയതി 1,14,200 രൂപയായും വിലയിടിഞ്ഞു. 6, 7 തീയതികളിൽ 1,12,000 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. 2025 നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് നടത്തിയത്. ഡിസംബർ 23-ന് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം കടന്നു. 1,01,600 രൂപ നിരക്കിലായിരുന്നു അന്ന് പവന്റെ വ്യാപാരം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്ക്. പശ്ചിമേഷ്യൻ യുദ്ധത്തോടെ വലിയൊരു മാറ്റമാണ് സ്വർണ്ണവിലയിലുണ്ടായത്. മാർച്ചിൽ സംഘർഷം ആരംഭിച്ചതോടെ സ്വർണ്ണവില കുതിക്കുമെന്ന പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സംഘർഷത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചതാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്.